സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ധന വില വർധനവിനെതിരെ സമരം ശക്തമാക്കി CPM. കാസർഗോഡ് പെട്രോൾ പമ്പിന് മുന്നിൽ ധർണാ സമരം നടത്തി. കാസർഗോഡ് ജില്ലാ വികസന സെമിനാർ 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി DCC ഭാരവാഹികൾ. വയോജന നയത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിന് തുടക്കമിട്ട സീനിയർ സിറ്റിസൺ ഫോറം പ്രവർത്തകർ. കാഞ്ഞങ്ങാട്ട് ജില്ലാതല സെമിനാർ നടന്നു. തൈക്കോണ്ടോ പരിശീലനം നേടി പള്ളിക്കരയിലെ പെൺകുട്ടികൾ. സർട്ടിഫിക്കറ്റ് വിതരണം തച്ചങ്ങാട്ട് നടന്നു. മാവുങ്കാലിനടുത്ത് പുതിയ കണ്ടത്ത് വാഹനാപകടം. സ്വകാര്യ ഗ്യാസ് ഏജൻസി ജീവനക്കാർക്ക് പരിക്ക്. കൗവായി കായലിൽ കല്ലുമ്മക്കായ കൃഷിയിൽ നേട്ടം കൊയ്ത വീട്ടമ്മയ്ക്ക് ദേശീയ അംഗീകാരം. ഇടയിലക്കാട്ടെ PV സരിതയെ തേടിയാണ് അംഗീകാരം എത്തിയത്. ആത്മസമർപ്പണത്തിന്റെ അനുഭൂതി പകർന്ന പൊങ്കാല ഉത്സവം. വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടന്നു. വാർത്തകൾ വിശദമായി. ഇന്ധനവില വർധനവിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി CPM രംഗത്ത്. കാസർഗോഡ് പെട്രോൾ പമ്പിന് മുന്നിൽ CPM പ്രവർത്തകർ ധർണാ സമരം നടത്തി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിലെ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. സുമതി സമരം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയസമീപനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് അവസ്ഥ. ക്ഷേമം ഇന്നലെ അംഗൻവാടി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കുറെ നാളുകളായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറക്കുന്ന സ്ഥിതിവിശേഷം അതിന്റെ ഭാഗമായിട്ടുണ്ടായി. ഇനി ആ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംരക്ഷിക്കുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ. P. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. MK രവീന്ദ്രൻ, A. രവീന്ദ്രൻ, PV കുഞ്ഞമ്പു, P. ജാനകി, AR ധന്യവാദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 14-ന് സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാ വികസന സെമിനാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് രാവിലെ 9:30 ചെറുക്കള ഹൈമാക്സ് ഹാളിൽ ആരംഭിക്കുന്ന സെമിനാറിൽ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി അവലോകനം ചെയ്യും. വ്യാവസായിക വികസനം, കാർഷിക അഭിവൃദ്ധി, മത്സ്യബന്ധന മേഖല, നാളികേര കൃഷി, അടയ്ക്ക, പട്ടയം സംബന്ധിച്ച പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, മൃഗസംരക്ഷണം തുടങ്ങി സർവ്വമേഖലകളും ചർച്ചാ വിഷയമാവും. വിഷയവുമായി ബന്ധപ്പെട്ട് 5ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിവിധ മേഖലയിലുള്ള സംരംഭകരെ സെമിനാറിൽ പങ്കെടുപ്പിക്കും. ജില്ലയിലെ MPയെയും MLAമാരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കും. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്തുള്ള വശങ്ങളും ജില്ലയിലെ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും വിശദമായി പരിശോധിക്കും. ഈ മാസം 24-ന് കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ വില വർധന, വിലക്കയറ്റം, കോർപ്പറേറ്റുകളുടെ താൽപര്യത്തിനനുസൃതമായി ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജില്ലയിൽ 11 കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 നഗരസഭകളിലെ 113 വാർഡുകളിലും 79 വാർഡുകളിലും കമ്മിറ്റി രൂപീകരിച്ചു. ബാക്കിയുള്ള വാർഡുകളുടെ സ്വീകരണം ഈ മാസം 8-ന് നടക്കും. 3 നഗരസഭകളിൽ കാസർഗോഡും കാഞ്ഞങ്ങാടും നീലീശ്വരത്തും ആകെയുള്ള 113 വാർഡുകളിൽ 79 വാർഡുകളിലാണ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. 34 ഇടങ്ങളിൽ കമ്മിറ്റി രൂപീകരിക്കാനുണ്ട്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് മേഖലകളിലെ ഈ വാർഡ് കമ്മിറ്റി രൂപീകരണത്തിൽ ഇനി അവശേഷിക്കുന്ന വാർഡുകളിൽ വരുന്ന 8-ാം തീയതി ഞായറാഴ്ച അവിടെ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, KPCC നിർവാഹക സമിതി അംഗങ്ങളായ P. ഗംഗാധരൻ നായർ, P. ഷഫലി, DCC ജനറൽ സെക്രട്ടറിമാരായ PK ബൈസൽ, വിനോദ് കുമാർ പള്ളയിൽ വീട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വയോജന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മഹാകവി P. സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. വയോജന നയത്തെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറാണ് സംഘടിപ്പിച്ചത്. 2009 പ്രാബല്യത്തിൽ വന്ന വയോജന നയത്തെക്കുറിച്ചുള്ള അറിവ് വയോജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാതല വയോജന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജനമൈത്രി പോലീസും കേരള സീനിയർ സിറ്റിസൺ ഫോറവുമാണ് പരിപാടിക്ക് നേതൃത്വമേകിയത്. സെമിനാർ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ലിറ്ററേറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് കുട്ടികളെ ആരും താമസിക്കാറില്ല. ഇവിടെയുള്ള എല്ലാ വേറെ സംസ്ഥാനത്തേക്കോ വിദേശത്തേക്കോ പോകാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ, അച്ഛനമ്മ, വയോവൃദ്ധർ മാത്രമേ ഇവിടെ ഉണ്ടാവൂ.
രണ്ടാമത് അവർക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും. ഇവിടെ വിദേശത്തിലെല്ലാം ജോലി ചെയ്തിട്ട് നല്ല പൈസ ഇങ്ങോട്ട് വരും, അവർക്ക് നല്ല പൈസ ഉണ്ടാവും. മൂന്നാമത്തത് ആ സ്ഥിതി അന്വേഷണത്തിൽ വെളിവായ 48 മണിക്കൂറിന് മുമ്പാണ് കൊല ആയത്. അത് ആദശേഷം 48 മണിക്കൂറിൽ ആദശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ കൊല ആയത്. മീൻസ് ആ സ്ഥിതി, ആ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അത്ര ഒരു സ്ഥിതിയാണ് ഉള്ളത്. 48 മണിക്കൂറിൽ ഒരു ദമ്പതികൾ മരിച്ചാൽ പോലും അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷന്റെ സ്ഥിതി അറിയില്ല. മീൻസ് അവർ എത്ര ഒട്ടുപട്ടിക്കാണ് താമസിക്കുന്നുണ്ട്, സ്ഥിതി എത്ര ഗൗരവമാണെന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സബ് കളക്ടർ കെ ജീവൻ ബാബു മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷനായി. ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായിക്ക്, ഡിവൈഎസ്പി കെ ദാമോദരൻ, MP പോൾ എന്നിവർ സംസാരിച്ചു. തൈക്കോണ്ടോയിൽ മികവ് നേടി പള്ളിക്കരയിലെ പെൺകുട്ടികൾ. പരിശീലനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൈക്കോണ്ടോ പരിശീലനം നൽകിയത്. വിവിധ വിദ്യാലയങ്ങളിലെ 120 പെൺകുട്ടികളെയാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. മികച്ച രീതിയിലാണ് പെൺകുട്ടികൾ പരിശീലനം പൂർത്തിയാക്കിയത്. നിർഭയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പരിശീലനം നൽകിയത്. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ് നിർവഹിച്ചു. നിങ്ങൾ തൈക്കണ്ടോ പോലെ ഒരു അന്നം കോമ്പാക്ട് ക്രാവ്മഗ അതൊരു സെപ്പറേറ്റ് സിസ്റ്റമാണ്. ക്രാവ്മഗ പദ്ധതിയിൽ പരിശീലനം നേടിയ വനിതാ കമാൻഡോസ് ഉണ്ട്. ആൾക്കാരെ വിളിപ്പിച്ചിട്ട് ഞങ്ങളും എല്ലാ സ്ത്രീകൾക്കും സ്ത്രീ സ്വയരക്ഷാ പരിശീലനം കൊടുത്തു. ഇനി ഈ തൈക്കണ്ടോ പദ്ധതിയാണ് കണ്ടത്. വളരെ സന്തോഷമാണ് ഉള്ളത്. എല്ലാവിധ ആശംസകൾ നേരുന്നു. അടുത്ത ദിവസം ഇപ്പോൾ ഈ മാസം തന്നെ, ഈ മാസം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ മാസം 25-ാം തീയതി, ഫെബ്രുവരി മുതൽ 25-ാം തീയതി മാർച്ച് വരെ ഓപ്പറേഷൻ സുരക്ഷ എന്ന് ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് പ്രതികരണം പിടിക്കുന്നുണ്ട്. മാർച്ച് 8-ാം തീയതി വേൾഡ് വിമൻസ് ഡേ ആയതുകൊണ്ട് മാർച്ച് 7-ാം തീയതി തൊട്ട് അടുത്ത ആഴ്ച മാർച്ച് 7-ാം തീയതി തൊട്ട് 14 വരെ സ്ത്രീ സുരക്ഷ ഓപ്പറേഷനാണ് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ, ഒരുപാട് പരിപാടികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ വനിതാ കമാൻഡോസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെമോ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ഡിവൈഎസ്പി കെ ദാമോദരൻ പരിശീലകർക്ക് ഉപഹാരം വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മാധവി, ജനപ്രതിനിധികളായ M ഗൗരി, M ജയകൃഷ്ണൻ, KE ബക്കർ, അഹമ്മദ് മൗവൽ, AEO K രവിവർമ്മൻ, M കരുണാകരൻ, VV സുകുമാരൻ, VK ഗോപാലൻ, ജയാംബിക തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ സ്വാഗതവും ഹെഡ്മാസ്റ്റർ ER സോമൻ നന്ദിയും പറഞ്ഞു. കവ്വായിക്കായലിൽ കല്ലുമക്കായ കൃഷിയിലൂടെ വിജയം വരിച്ച വീട്ടമ്മയ്ക്ക് ദേശീയ അംഗീകാരം. ഇടയിലക്കാട്ടെ PV സരിതയെയാണ് ദേശീയ തലത്തിലെ മികച്ച 2ാമത്തെ കല്ലുമക്കായ കർഷക എന്ന ബഹുമതി തേടിയെത്തിയിരിക്കുന്നത്. കവ്വായിക്കായലിലെ ഓളപ്പരപ്പിൽ കല്ലുമക്കായ കൃഷിയിൽ വിജയഗാഥ തീർത്ത് സംസ്ഥാന പുരസ്കാരം നേടിയ വലിയ പറമ്പ് ഇടയിലക്കാട്ടെ വീട്ടമ്മ PV സരിതയെ തേടി ദേശീയ പുരസ്കാരവും എത്തി. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൽ നിന്നും വിജയവാഡയിൽ വെച്ച് ഇവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ദേശീയ ജലകർഷക മേളയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ കേരളത്തിൽ നിന്നും 5 പേരാണ് പങ്കെടുത്തത്. ഇതിൽ പങ്കെടുത്ത ഏതാ വനിതാ സംരംഭകയും സരിത തന്നെയാണ്. കല്ലുമക്കായയുടെ വിത്ത് ശേഖരണം മുതൽ കായൽ വെള്ളത്തിലുണ്ടാകുന്ന വ്യതിയാനം വരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ചുരുങ്ങിയ കാലയളവിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടം ഇവർ സ്വന്തമാക്കിയത്. സംസ്ഥാന സർക്കാർ സഹായത്തോടെ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ കൃഷിക്ക് ഇതിനു പുറമെ സ്വന്തമായി തുക മുടക്കി 60 ചാക്ക് വിത്ത് 3000 കയറുകളിൽ കൃഷി ചെയ്ത് ഇവർ കായലിൽ കൃഷിയിറക്കിയ പുരുഷന്മാരെക്കാൾ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച ആദ്യകാലങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും അനുഭവക്കുറവും കൃഷിയെ നഷ്ടമാക്കിയെങ്കിലും ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് സരിത എന്ന കർഷക സധൈര്യം മുന്നോട്ട് തന്നെ പോയി. ഈ വിജയക്കുതിപ്പാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നിന്നും ദേശീയ തലം വരെയുള്ള അംഗീകാരമായി മാറിയത്. മർച്ചന്റ് നേവിയിൽ നിന്ന് വിരമിച്ച ഭർത്താവ് PV രഘുനാഥന്റെ സഹകരണം വലിയ പ്രചോദനമായതായി സരിത പറയുന്നു. MBBSന് പഠിക്കുന്ന മകൻ ഷിബിൻനാഥും സരിതയെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം മത്സ്യവകുപ്പിന്റെ സഹായവും ഇടയിലക്കാട്ടിലെ വീടിനകത്ത് കഴിഞ്ഞിരുന്ന ഈ വീട്ടമ്മയെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. കരിവള്ളൂർ കുണിയനിലെ കടിയാൻ കൃഷ്ണൻ മാസ്റ്ററുടെയും പരത്തിവളപ്പിൽ പത്മിനിയുടെയും മകളാണ്.
അക്വാ കേറിയ 2015 ദേശീയ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് 5 മലയാളികളാണ് അർഹത നേടിയത്. അതിൽ ഒരാളാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർഷകർ അവാർഡ് ജേതാക്കളായി ഉണ്ടായിരുന്നു. അതിൽ ഏക വനിത ഞാൻ മാത്രമായിരുന്നു എന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഇക്കഴിഞ്ഞ 20-ന് വിജയവാഡയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി നരചന്ദ്രബാബു നായിഡു ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങി. കൂടാതെ ഇക്കഴിഞ്ഞ 2014 സംസ്ഥാന അവാർഡ് എനിക്കായിരുന്നു. അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് നവംബർ 20-ന് ഏറ്റുവാങ്ങി. പിന്നെ ഈ ജലമേളയിലൂടെ കുറേ അനുഭവങ്ങളും പാഠങ്ങളും പഠിക്കാൻ സാധിച്ചു. ഇതിൻ്റെ ജലമേളയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ കർഷകരുടെ ഫാം വിസിറ്റ് ചെയ്യാനും അവരുടെ കാർഷിക രീതി പഠിക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പെർലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ദിനേശ് ബീഡി കമ്പനിക്ക് തീവച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ദിനേശ് ബീഡ് കമ്പനിക്ക് തീവച്ച വിവരം പുറം ലോകം അറിഞ്ഞത്. ബീഡ് കമ്പനിയിലെ സ്ത്രീ തൊഴിലാളികൾ രാവിലെ 8 മണിയോടെ ജോലിക്കെത്തിയപ്പോൾ കമ്പനിയിലെ കീഴ്ഭാഗത്തുള്ള വാതിൽ തകർത്ത നിലയിലായിരുന്നു. കമ്പനിയകത്ത് പല സ്ഥലങ്ങളിലും ബീഡികളും ഉപകരണങ്ങളും കൂട്ടിയിട്ട് തീവച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു. തൊഴിലാളികളുടെ പാസ്ബുക്കുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. തൊഴിലാളികളിൽ നിന്നും സ്വരൂപിച്ച 10,000 രൂപയും കാണാതായിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടെയാണ് കമ്പനി അടച്ചത്. 50ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നേരത്തെ പലതവണ ദിനേശ് ബീഡി കമ്പനി തീവച്ച് നശിപ്പിച്ചിരുന്നു. പോലീസ് പ്രതികളെ കണ്ടെത്താത്തതാണ് തീവെപ്പ് തുടരുന്നതിന് കാരണമെന്ന് CPM ചെങ്കള ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ ആഭിമുഖ്യത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ഉപരോധ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CH കുഞ്ഞമ്പ് ഉദ്ഘാടനം ചെയ്തു. A നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M സുമതി, TMA കരീം, മുഹമ്മദ് അനീഫ തുടങ്ങിയവരും പ്രസംഗിച്ചു. ഉച്ചഭക്ഷണത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നത് സ്കൂൾ മുറ്റത്ത് തന്നെ. മിച്ചം വരുന്ന പച്ചക്കറി വിറ്റു കിട്ടുന്ന പണം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനവും നടത്തും. നാട്ടകൽ ALP സ്കൂളിന്റേതാണ് ഈ മാതൃക. സ്കൂൾ PTA മുൻകൈയെടുത്താണ് സ്കൂൾ മുറ്റത്ത് പച്ചക്കറി കൃഷി ഇറക്കിയത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉപദേശ നിർദ്ദേശങ്ങളുമായി വെസ്റ്റിളേരി കൃഷിഭവൻ അധികൃതരും പച്ചക്കറിത്തോട്ടം സന്ദർശിച്ചു. 70 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ചെടിയുടെ ചുവട്ടിൽ ധാരാളം വെള്ളമൊഴിക്കുന്നതിന് പകരം കുറച്ച് വെള്ളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന കണിക ജലസേചനമാണ് ഇവർ പരീക്ഷിച്ചത്. ഞങ്ങൾ പുതിയ കൃഷി രീതി പരീക്ഷിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഓരോ ടാങ്കിൽ നിന്ന് ഫിൽറ്ററിലൂടെ വെള്ളം കടന്ന് ഓരോ ചെടിയുടെ ചുവട്ടിലും തുള്ളി തുള്ളിയായിട്ട് എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചെടിയുടെ ചുവട്ടിലും വെള്ളം വീഴാനുള്ള ട്രിപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകളിൽ ഷീറ്റ് വിരിച്ചതിനാൽ വെള്ളം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ സ്കൂൾ ആവശ്യം കഴിച്ച് പൊതുവിപണിയിലെത്തിക്കുന്ന പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. 250-ലധികം കുട്ടികളും 8 അധ്യാപകരുമുള്ള ഇവിടെ ഇവർക്കു പുറമെ രക്ഷിതാക്കളും പച്ചക്കറി തോട്ടത്തിലിറങ്ങും. പയർ, പാവയ്ക്ക, വെണ്ട, പച്ചമുളക്, വഴുതന, ചീര, പടവലം, കോവൽ എന്നിവയ്ക്കൊപ്പം തക്കാളിയും ഇക്കുറി കൃഷി ചെയ്യുന്നുണ്ട്. ചുറ്റുവേലി കെട്ടി പച്ചക്കറി തോട്ടത്തിന് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയും തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമന്റെയും അഭിനന്ദനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലുള്ള വിദഗ്ധ സംഘവും ഈ മാസം 10-ന് സ്കൂൾ പച്ചക്കറിത്തോട്ടം സന്ദർശിക്കുന്നുണ്ട്. മാവുങ്കാലിൽ ടിപ്പറും മിനി ലോറിയും കൂട്ടിയിടിച്ച 2 പേർക്ക് പരിക്കേറ്റു. പുതിയ കണ്ടത്താണ് അപകടം നടന്നത്. മാവുങ്കാലിനടുത്ത് പുതിയ കണ്ടത്താണ് അപകടം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. മഡോണ ഗ്യാസ് ഏജൻസിയുടെ എയ്സ് വണ്ടിയും ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആറങ്ങാടി നിലാങ്കരയിലെ സുനിൽ, ഇരിയ സ്വദേശി ഡെന്നീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മഡോണ ഏജൻസിയിലെ തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. അടുക്കളമുറ്റത്ത് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി ആവിഷ്കരിക്കുന്നത് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ SNDP തൃക്കരിപ്പൂർ യൂണിയൻ. കോഴി വിതരണം SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് കാലിക്കടവിൽ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തൃക്കരിപ്പൂർ യൂണിയൻ മൈക്രോ ഫിനാൻസ് സ്വയം സഹായ സംഘം അംഗങ്ങൾക്കാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. 1ാം ഘട്ട വിതരണോദ്ഘാടനം കാലിക്കടവിൽ നടന്ന ചടങ്ങിൽ SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് നിർവഹിച്ചു.
ഇത്രയും ഗംഭീരമായിട്ട് മലബാറിൽ രണ്ടാമത്തെ സ്ഥലത്താണ് മുട്ടക്കോഴി വിതരണം ഇപ്പോൾ നടക്കുന്നത്. മലബാർ ഇത് പറഞ്ഞിട്ട് ജനുവരി 21-ാം തീയതിയാണ് ഈ കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഡിസംബർ 21-നാണ് ഈ കാര്യങ്ങൾ ശ്രീ സുകുമാരൻ അടക്കമുള്ള ആളുകൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു സമ്മേളനത്തിൽ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്കകം ഇത്രയും കാര്യങ്ങൾ ആളുകളുടെ നിന്ന് എടുത്തുകൊണ്ട് സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഇവരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. പിന്നെ പല കോണുകളിൽ നിന്നും ഇതിന് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും യൂണിയൻ കേൾക്കേണ്ടി വരാറുണ്ട്. ഈ പല യൂണിയനുകളും പലതുപോലെ ചില ആളുകൾ ഡ്രൈവിംഗ് പഠിച്ച് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകും. അപ്പോൾ കൈ പുറത്തിട്ട് സിഗ്നൽ കൊടുക്കും, പിന്നെ ആവശ്യക്കാരനെ കയറ്റിവിടും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകും. ചിലർ അങ്ങനെയല്ല, വണ്ടി ഓടിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള പണി മാത്രമേ അവർ എടുക്കൂ. അത് ഡ്രൈവിംഗ് രണ്ടായാലും വണ്ടി ഓടിച്ചാൽ ഓടിച്ചെടുത്തിലെത്തും. പക്ഷേ നമ്മുടെ തൃക്കരിപ്പൂരിൻ്റെ ഓടിക്കൽ സ്ഥലം എവിടെ എത്തിക്കണം എന്നുള്ള ധാരണ വെച്ചുകൊണ്ടുള്ള ഓടിക്കലായതുകൊണ്ട് പലപ്പോഴും വഴക്ക് കിടക്കുന്നവരൊക്കെ വഴക്ക് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്കറിയാവുന്നതും ക്ഷമിക്കാവുന്നതുമായ കാര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക്, പുരോഗതി എന്ന ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ പോകണം. എ സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PR ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി. PC വിശ്വംഭരൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. K കുഞ്ഞിരാമൻ, VV വിജയൻ, K കുഞ്ഞമ്പു, ഉദനൂർ സുകുമാരൻ, P കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബേക്കൽ ഗോൾഡ് ഹിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗോൾഡ് ഹിൽ മഹർ 2015 സമൂഹ വിവാഹം ഏപ്രിൽ 5-ന് നടക്കും. നിർധന കുടുംബത്തിൽപ്പെട്ട 15 വധൂവരന്മാർ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കും. ബേക്കൽ ഹദാദ് നഗർ ഗോൾഡ് ഹിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. സമൂഹത്തിലെ നിർധനരായ കുടുംബത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്ന പുണ്യപ്രവൃത്തി കഴിഞ്ഞ 3 വർഷമായി ഇവർ നടത്തി വരികയാണ്. ഈ വർഷം 17 പെൺകുട്ടികളുടെ വിവാഹമാണ് ഇവർ നടത്തി കൊടുക്കുന്നത്. വധുവിന് 5 പവൻ സ്വർണ്ണാഭരണവും ഉപജീവന മാർഗമായി വരന് ഒരു ഓട്ടോറിക്ഷയും നൽകും. ഇതിനു പുറമെ കല്യാണ വസ്ത്രവും ഭക്ഷണവുമെല്ലാം ക്ലബ്ബ് പ്രവർത്തകർ തന്നെയാണ് നൽകുന്നത്. ഏപ്രിൽ 15-ന് ഹദാദ് നഗറിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സമൂഹ വിവാഹം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പള്ളിക്കര മുതൽ ബേക്കൽ വരെ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. പ്രശസ്ത ചലച്ചിത്ര നടൻ മനോജ് K ജയൻ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്തി അവർക്ക് 5 പവൻ സ്വർണവും ഉപജീവിതത്തിനായി ഒരു ഓട്ടോറിക്ഷയും നൽകി അവരെ കരകയറ്റുന്ന ഒരു കല്യാണ സംഭവമാണ് മഹാർ 2015. ഈ സംഭവം ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച ബേക്കൽ ഹദാദ് നഗറിൽ വെച്ച് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് മാർച്ച് 6-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രശസ്ത സിനിമാ നടനും സാമൂഹ്യ പ്രവർത്തനമായ മനോജ് K ജയൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കൂട്ടോട്ടവും അതിനോടനുബന്ധിച്ച് മഹർ ചെയർമാൻ ഇക്ബാൽ അബ്ദുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഹദാദ് നഗറിൽ വെച്ച് രക്തദാന ക്യാമ്പും നടത്തുകയാണ്. അമീർ മാങ്ങാട്, ഫസൽ ഹമീദ്, അബ്ദുൽ റഹ്മാൻ, PK അനീഫ, PK കുഞ്ഞബ്ദുള്ള, MB ഹാരിസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ദേവിക്ക് മുന്നിൽ ആത്മസമർപ്പണത്തിന്റെ നിവേദ്യം സമർപ്പിച്ച് പൊങ്കാലോത്സവം നടന്നു. വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലോത്സവത്തിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. ആത്മസമർപ്പണത്തിന്റെ അനുഭൂതി പകർന്ന് വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. വ്യാഴാഴ്ച അതിരാവിലെ തന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ദുരിതമോചനം, സമ്പൽ സമൃദ്ധി, മംഗല്യയോഗം, കുടുംബൈശ്വര്യം തുടങ്ങിയ ഗുണങ്ങൾ പൊങ്കാല സമർപ്പണത്തിലൂടെ ഭക്തർക്ക് കൈവരുമെന്നാണ് വിശ്വാസം. അഭീഷ്ടവരദായിനിയായ ദേവിക്ക് മുന്നിൽ സങ്കടമിറക്കി വെക്കാനും നിവേദ്യം സമർപ്പിക്കുവാനുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നുമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഉത്സവത്തിനായി ഒരുക്കിയിരുന്നത്. 1000-ഓളം അടുപ്പുകൾ സജ്ജീകരിച്ചിരുന്നു. പത്മനാഭ പട്ടേരി, വാസുദേവ പട്ടേരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ 9:30 ആദ്യ ദീപം തെളിയിച്ചു. 9ാം വർഷമാണ് വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടത്തുന്നത്. ഒരുമയോടെ ഭക്തജനങ്ങൾ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുത്തു. ഉച്ചയോടെ പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുകയുണ്ടായി. പൊങ്കാല ഉത്സവത്തിൽ എത്തിച്ചേരുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹന സൗകര്യവും ഏർപ്പാടാക്കിയിരുന്നു.
കല്യാണം മുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട ഉത്സവം വെള്ളിയാഴ്ച സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. കല്യാണം മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവൈശ്വര്യ വിളക്ക് പൂജയിൽ നിരവധി പേർ പങ്കെടുത്തു. ലളിതാ സഹസ്രനാമ സങ്കീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് വിളക്കുപൂജ നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ധന വില വർധനവിനെതിരെ സമരം ശക്തമാക്കി CPM. കാസർഗോഡ് പെട്രോൾ പമ്പിന് മുന്നിൽ ധർണാ സമരം നടത്തി. കാസർഗോഡ് ജില്ലാ വികസന സെമിനാർ 14-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി DCC ഭാരവാഹികൾ. വയോജന നയത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിന് തുടക്കമിട്ട സീനിയർ സിറ്റിസൺ ഫോറം പ്രവർത്തകർ. കാഞ്ഞങ്ങാട്ട് ജില്ലാതല സെമിനാർ നടന്നു. തൈക്കോണ്ടോ പരിശീലനം നേടി പള്ളിക്കരയിലെ പെൺകുട്ടികൾ. സർട്ടിഫിക്കറ്റ് വിതരണം തച്ചങ്ങാട്ട് നടന്നു. മാവുങ്കാലിനടുത്ത് പുതിയ കണ്ടത്ത് വാഹനാപകടം. സ്വകാര്യ ഗ്യാസ് ഏജൻസി ജീവനക്കാർക്ക് പരിക്ക്. കൗവായി കായലിൽ കല്ലുമ്മക്കായ കൃഷിയിൽ നേട്ടം കൊയ്ത വീട്ടമ്മയ്ക്ക് ദേശീയ അംഗീകാരം. ഇടയിലക്കാട്ടെ PV സരിതയെ തേടിയാണ് അംഗീകാരം എത്തിയത്. ആത്മസമർപ്പണത്തിന്റെ അനുഭൂതി പകർന്ന പൊങ്കാല ഉത്സവം. വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.